back to our channel. അപ്പോൾ ഞാൻ ഇനി അടുത്ത വർഷം +1 and we have to organize our room for that. So let's move on with it. And we have a to-do list. So I'll show you that right now. നമ്മളുടെ ടു ഡു ലിസ്റ്റിൽ ആദ്യം കിടക്കുന്നതാണ് ഡീകൾച്ചറിങ് തിങ്സ് ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഇയേഴ്സ് യൂണിഫോം ആൻഡ് ബുക്സ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം കളയണം. അത് പിന്നെ എനിക്ക് ചിലതൊക്കെ ആവശ്യമുണ്ട്, ബട്ട് എമർജൻസി കേസിൽ മാത്രമേ ഉള്ളൂ ഈ ആവശ്യമുള്ളത്. അപ്പോൾ ആ ആവശ്യമുള്ളതൊക്കെ ഞാൻ മേളിൽ കൊണ്ടുവെക്കുക. മേളിൽ കുറേ കബോർഡൊക്കെ ഉണ്ട്, അവിടെ ഞാൻ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ പെയ്യുന്നു ഗൈസ്, നല്ല മഴ പെയ്യൽ. നമുക്ക് ബുക്സ് ഡീക്ലട്ടർ ചെയ്യാം. അങ്ങനെ ഞാൻ ഓരോ ബുക്ക് പുറത്ത് വെച്ച് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണ്, ഏതാ വേണ്ടത്, ഏതാ വേണ്ടാത്തത്, ഏതാ കളയേണ്ടതൊക്കെ. അപ്പോൾ വേറെ ഇവിടെ ഒരാൾ ബുക്സ് ഓരോന്ന് എറിയല. പിന്നെ ഞാൻ എൻ്റെ പണി നോക്കി എല്ലാം ബുക്സ് എടുത്ത് വെച്ച്. പിന്നെ കുറേ ബുക്സൊക്കെ വേസ്റ്റ് ചെയ്യേണ്ടി വന്ന്. പിന്നെ നോക്കിയപ്പോൾ ഇച്ചിരി ബുക്സ് ആവശ്യമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ബുക്സ് മേളിൽ കൊണ്ട് വെക്കണം. ഭയങ്കര കുറേ ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. അതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എൻ്റെ സ്കെച്ച് ബുക്ക്, പിന്നെ വേറെ ഡയറിയൊക്കെ സാധനങ്ങളാണ്, പിന്നെ ലാസ്റ്റ് ഇയർത്തെ ബുക്സും. ദാറ്റ് ഈസ് ആവശ്യമുള്ളത് മാത്രം, അതൊക്കെ മാത്രം ഞാൻ മേളിൽ കൊണ്ടുവച്ചു. പിന്നെ ബാക്കിയെല്ലാം കളഞ്ഞു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ നോക്കാം. നമ്മളുടെ ടു ഡു ലിസ്റ്റിൽ അത് അടുത്ത് കിടക്കുന്നതാണ് ഓർഗനൈസിങ് ക്ലോത്ത് ക്ലോസറ്റ്. ആഹാ, കബോർഡിൽ നല്ല കോലല്ലയോ, ഇതെല്ലാം വൃത്തിയാക്കണ്ടയോ. അപ്പം ഞാൻ ഉമ്മടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ ഞാനും കൂടെ വരാം, നീ എല്ലാം തുണിയൊക്കെ ബെഡിൽ നിന്ന് വാരി വിതറി പിന്നെ കബോർഡൊന്ന് തുടയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുകയാണ്. ഒരു കോമഡി കേൾക്കണം. ഞാൻ ഓരോന്ന് എടുത്ത് വെച്ചപ്പോഴാണ് ഒരു ഫ്രീ പേന, അതും ഫുൾ ഇങ്ക്. ആഹാ, നല്ല ഫ്രീ പേന ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് സ്റ്റാൻഡിൽ കൊണ്ടുവച്ച്, നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ സ്റ്റാൻഡ്. അടുത്ത് നോക്കിയപ്പോഴാണ് കവറ് മൊത്തം പേന. അത് എവിടെ നിന്നാണ്? ഉമ്മച്ചീൻ്റെ കബോർഡിൽ നിന്ന്, ഉമ്മച്ചീൻ്റെ ഷെൽഫിൽ നിന്നാണ് കിട്ടിയത്. അപ്പം തന്നെ ഞാൻ ഉമ്മടുത്ത് ചോദിച്ചപ്പോഴാണ് ദേ അത് ഏതൊരു കവറ് ഞാൻ നോക്കിയപ്പോൾ ഒരു പേന ഇട്ടിട്ട് ഫ്രീ പേന ഉള്ളോ നോക്കിയപ്പോ വെച്ചേ. അങ്ങനെ പേന തരാതിരുന്ന സങ്കടത്തിൽ ഞാൻ ബാക്കി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വേറെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പണി നോക്കി ഓരോന്ന് ഐഷുവിൻ്റെ കബോർഡിൽ നിന്ന് ഉമ്മച്ചീൻ്റെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ സോനുവിൻ്റെ ഷെൽഫിൽ നിന്നും എല്ലാം. പിന്നെ ഞാൻ ഓരോ ഷെൽഫൊന്ന് തുടച്ച് വൃത്തിയാക്കി, അതിൻ്റെ ഡോറ് പിന്നെ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നില്ലേ. അങ്ങനെ ഉമ്മച്ചി വന്ന് അങ്ങനെ മടക്കി വെച്ച് ഇനി എടുത്തു വെക്കണം. അതിന് ഞാൻ എൻ്റേതൊക്കെ എടുത്തു വെച്ച്, ഞാൻ മുകളിൽ എടുത്തു വെക്കേണ്ട എൻ്റെ സാധനങ്ങൾ പുറത്തിടുന്നതാണ്. അത് എല്ലാം മുകളിൽ എടുത്തു വെച്ച് എനിക്ക് നല്ല ക്ഷീണം. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല വൃത്തിയുണ്ടല്ലോ, എന്ത് കാണാൻ നല്ല രസമാണ്. പിന്നെ അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് 4 മണിക്കൂർ എടുത്ത് ഗൈസ്, 4 മണിക്കൂർ. വലിയൊരു പണിയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസത്തെ കാണാം. അങ്ങനെ ടു ഡു ലിസ്റ്റ് 3ാമത്തെ പണിയാണ് ഓർഗനൈസിങ് ബുക്ക് ഷെൽഫ്സ്. അങ്ങനെ ബുക്ക് ഷെൽഫ് ആകെ കുളമായിട്ടിരിക്കുന്ന കണ്ടോ. സ്റ്റേഷനറി സാധനങ്ങളാണ് അതിൻ്റെ താഴെ ഉള്ളത്. പിന്നെ അനിയത്തി പറഞ്ഞോ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ചാടിയത്. പെയിൻറ്റ് ബ്രഷൊക്കെ എടുത്തിട്ട് പേസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടാണ്
മുകളിലത്തെ ഷെൽഫ്, പിന്നെ രണ്ടാമത്തെ ഷെൽഫ് ഐഷുവിൻ്റെ സാധനങ്ങൾ, ഐഷുവിൻ്റെ ബുക്സ്, പിന്നെ എൻ്റെ ബുക്സ്. അങ്ങനെ എൻ്റെ ബുക്സ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സ്റ്റേഷനറി കണ്ടോ, എന്തൊരു വൃത്തിയാണ്, നല്ല വൃത്തിയുണ്ടല്ലേ, കൊള്ളാവോ. അങ്ങനെ സ്റ്റേഷനറി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത പണി നോക്കേണ്ടത്. അപ്പോൾ അടുത്ത ദിവസത്തെ നോക്കാം. അടുത്ത ടു ഡു ലിസ്റ്റിൽ കിടക്കുന്നതാണ് ഓർഗനൈസിങ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. അങ്ങനെ എല്ലാം സ്കിൻ കെയർ പ്രോഡക്ട്സും ചീപ്പും ഒക്കെ എല്ലാം ഒന്ന് ഒതുക്കണം. അങ്ങനെ ഒതുക്കാം. ഇനി എല്ലാം സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ ചീപ്പും കാര്യങ്ങളും ഓർഗനൈസേഴ്സും എല്ലാം പുറത്ത് വെച്ചിട്ട് നമ്മൾ ടേബിൾ തുടക്കണം. ടേബിൾ തുടച്ചിട്ട് വേണം നമ്മളുടെ മിറർ തുടയ്ക്കുന്നത്. ചെറുതായിട്ട് വൃത്തിയായിട്ടില്ല തോന്നുന്നത്, ബട്ട് ഇറ്റ്സ് ഫൈൻ. അങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർഗനൈസേഴ്സ് എല്ലാം വാഷ് ചെയ്ത് എടുത്ത് വെച്ച് ഓർഗനൈസ് ചെയ്ത്, പിന്നെ തലയിടുന്ന സാധനങ്ങളും അതിനെ ഡ്രോവറിലിട്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഡ്രോവർ ഒതുക്കിയില്ല, അല്ലാഹ്. എന്നിട്ട് എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ച് അതും തുടച്ച് അതും ഒതുക്കി. പിന്നെ ചാർജറൊക്കെ എല്ലാം ഒരു ബോക്സിലിട്ട്, രണ്ട് റിമോട്ടും അതിൻ്റെ അടുത്ത് തന്നെ വെച്ച്, പിന്നെ 3 പേഴ്സ്, ഉമ്മച്ചിക്ക് 3 പേഴ്സാണ് ഉള്ളത്, അതും ഡ്രോവറിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് വാച്ചസൊക്കെ ഉണ്ടായിരുന്നു, വാച്ചസൊക്കെ എല്ലാം അവിടെ വെച്ച് ഒരു ബോക്സിൽ വെച്ച്, നെയിൽ കട്ടും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതും ഒതുക്കി. ഇപ്പോൾ ഗൈസ് മൊത്തം തീർന്ന്, മൊത്തം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഐ എം റെഡി ഫോർ +1 ക്ലാസ്സസ്. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ആൻഡ് വി ആർ റെഡി ഓൾസോ. സോ we'll see you for the next video. Until then, bye bye.